ഓ ഇപ്രാവശ്യം ഞാൻ തോക്കുന്നാണ് തോന്നണം. എല്ലാ വർഷവും ഇത് തന്നെ പറയുകയും ചെയ്യും, അവസാനം ജയിക്കുകയും ചെയ്യും. ശരി ശരി, ഞാൻ എത്തിയിട്ട് വിളിക്കാം. ഐശ്വര്യ ഓർമ്മയുണ്ടോ? ഞാൻ ആൽബി, അന്ന് മറ്റേ കസിന്റെ കല്യാണത്തിന് കണ്ടിരുന്നു. മനസ്സിലായില്ലല്ലോ. നീ എന്ത് ഇവിടെ? ഞാൻ ഇവിടെ കോളേജിലോട്ട് പോകാൻ വേണ്ടി UK പോണ കാര്യമൊക്കെ എന്തായി? അത് ക്യാൻസൽ ആയി. ശരിയാടാ. പന്നക്കളവും കണ്ടടി, ഇനി കണ്ട ചെക്കന്മാരോട് പോയി നിക്കണെന്ന് പറഞ്ഞു കൊടുക്കും. വേണക്കുട്ടാടേ, മധുവാണ്. ആണ്ടാ നിന്റെ മോളും ഏതാ ചെറുക്കനും കൂടെ ഇവിടെ ബേക്കറിയിൽ കൈയൊക്കെ പിടിച്ചിരിക്കണുണ്ടല്ലോ. ഞാൻ അടിപറ്റിച്ച് വിടാന്ന് വിചാരിച്ചാണ്. പിന്നെ നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ചാണ്. ഓ ശരി ശരി, നീ അത് വേണ്ടെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യും കേട്ടോ. ഡേ കമാലേ, ആണ്ടാ നമ്മളെ വേണക്കുട്ടന്റെ മോളെ ഒരു ചെറുക്കനെയും പന്തിയേടായിട്ട് മറ്റേ അവിടുത്തെ ലോഡ്ജിന്റെ അവിടെ വെച്ച് കണ്ടു കേട്ടാ. നീ ഇതാരോടും പറയാൻ നിക്കണ്ട. ജോൺസാടേ, എടി നമുക്ക് ഉച്ചയ്ക്ക് മന്തി കഴിക്കാൻ പോവാം. എന്റെ പൈസ ഒന്നുമില്ല. അത് നിന്റെ പൈസ ഇല്ലാത്ത? കഴിഞ്ഞ പ്രാവശ്യം നീ ഓസി തന്നെയല്ലേ തിന്നത്? ഐശ്വര്യ, ചേട്ടാ സുഖം തന്നെ? സുഖം. എന്താ പരിപാടി? ചേട്ടാ ഞാൻ അവിടുന്ന് ഒരു ലോൺ എടുത്തു കേട്ടോ. അവന്മാരിപ്പോ വിളിയോട് വിളി കിടന്നിട്ട്. ചേട്ടാ ഹോൾഡ് വെച്ച് എന്തേലും ചെയ്യാൻ പറ്റുമോ ചേട്ടാ? എന്തോന്ന് മാസം ലോണം കടച്ചാ മതി. ഓ ചേട്ടാ, അടുത്ത മാസം എന്റെ ചേച്ചിയുടെ കല്യാണമാണ്, നിങ്ങൾ വരണം കേട്ടാ. നിങ്ങൾ കേട്ടല്ലേ? വേണക്കുട്ടാടേ, നിന്റെ മോളെ കല്യാണം കഴിഞ്ഞാടേ. നിന്റെ മോളെ ഒരു ചെറുക്കനായിട്ട് കൈ പിടിച്ച് രജിസ്റ്റർ ഓഫീസിന്റെ അടുത്ത് നിൽക്കണ കണ്ട്. നീ ധാരണയും പറയാൻ നിൽക്കണ്ട കേട്ടാ. നമ്മളെ പിള്ളേരാണ്, നമ്മ കാണാൻ എന്റെ ഇത്. അജയാടേ, നമ്മളെ വേണക്കുട്ടന്റെ മോള് വീണ്ടും ചാടി കേട്ടാ. ഡേ കണ്ണാ, വയറ്റിലുണ്ടെന്നാണ് കേൾക്കണം. വേണക്കുട്ടൻ തന്നെ, അത് തന്നെ നീ അവിടെ പറയാൻ നിൽക്കണ്ട. ശരിടാ. രാവിലെ അറ്റാക്ക് ആയിരുന്നു. അല്ലെങ്കിലും അവനൊക്കെ ചാവേണ്ടല്ലോ, ആഴുക്ക നായയുടെ മോൻ. ചേട്ടാ ഗൾഫിൽ നിന്ന് പോന്ന് നിങ്ങൾ വലിയ ആളായില്ല. ഈശ്വരൻ എങ്ങനെ കാണാറുണ്ട്? വല്ലപ്പോഴൊക്കെ കാണും, വിളിക്കും. വേണക്കുട്ടാ നിന്റെ മോളെ